ഇനി എനിക്ക് ഇന്നൊരു മൺഡേ ആണ്. ഈ ഒരാഴ്ച നമുക്ക് ബിസിനസ് ഡേ ആണ്, ബിസിനസ് ഡേയ്സ് ആണ്. ഈ ആഴ്ചയിൽ ഇനി വരുന്ന 7 ദിവസം നിങ്ങൾ ബിസിനസ്സിനെ കുറിച്ച് സ്വപ്നം കാണും. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സുണ്ട്, ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ ബിസിനസ് ഉണ്ട്. അപ്പം ഇവനെ സംബന്ധിച്ചിടത്തോളം മരമാണ് ബിസിനസ്, വുഡ്. ഇയാളെ വാഴക്കൊല, പഴം ആണ് ബിസിനസ്. അങ്ങനെ വ്യത്യസ്തങ്ങളായ ബിസിനസ്സുകളിൽ അല്ലെങ്കിൽ ബിസിനസ് എന്ന് പറയുമ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളിപ്പോൾ ഒരു പ്രൊഫഷണലാണെങ്കിലും അൾട്ടിമേറ്റ് ബിസിനസ് ഒരു ഡോക്ടർ ആണെങ്കിലും എഞ്ചിനീയർ ആണ്, ടീച്ചർ ആണെങ്കിലും നിങ്ങളൊരു ഗായകനാണെങ്കിലും ഒക്കെ യു ആർ ഡൂയിങ് ബിസിനസ്. മറ്റുള്ള ആളുകളെ എങ്ങനെ കൺവിൻസ്ഡ് ആക്കുക, എങ്ങനെ കപ്പാസിറ്റിയുള്ള നമ്മളൊരു സെല്ലറാക്കുക, ഒരു ബയ്യറാക്കുക എന്നുള്ളതാണ് ബിസിനസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളൊരു നല്ല ബിസിനസ്സുകാരനാവണമെങ്കിൽ നിങ്ങളെ ചുറ്റുമുള്ള ജനങ്ങൾ, ഒന്നാമത് നിങ്ങൾക്ക് നല്ല ചുറ്റും ഒരുപാട് ജനങ്ങളുണ്ടാവും. ദ റിച്ച്മെൻറ്റ് ഓഫ് ദി പീപ്പിൾ. ലോകത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള രാജ്യം ഏതാണ്? ഇന്ത്യയാണ് ലോകത്ത് ഏറ്റവും നല്ല ബിസിനസ് ചെയ്യാൻ പറ്റിയ രാജ്യം. എന്താ കാരണം? ബിസിനസ് ഒരു മനുഷ്യൻ ചെയ്യണമെങ്കിൽ മനുഷ്യന്മാർ വേണം. റിച്ച് ഉള്ളവനാവട്ടെ, മിഡിൽ ക്ലാസ് ആവട്ടെ, ലോ ഇൻകം ലെവൽ ആവട്ടെ, പക്ഷേ മനുഷ്യർ വേണം, കസ്റ്റമേഴ്സ് വേണം. അത് ഇപ്പം യൂറോപ്പിൽ നമ്മൾ ചെന്നെന്ന് വിചാരിക്കാം. ഉദാഹരണം പറഞ്ഞാൽ ഓസ്ട്രിയ, സ്വിറ്റ്സർലാൻഡ്, ജർമ്മനി, ഇറ്റലി, ഫ്രാൻസ്, അങ്ങനെ വ്യത്യസ്തങ്ങളായ ഡച്ച്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ചെന്നാലും വൈകുന്നേരം 5-5:30 മണിയാകുമ്പോൾ തന്നെ അവിടെ നല്ല പകൽ സമയം, നട്ടുച്ച സമയം പോലെയാണ് ലൈറ്റ് ഉണ്ടാവുക. ഒരു 9-9:30 മണിക്ക് സൂര്യൻ അസ്തമിച്ചിട്ടുണ്ടാവില്ല. ഒരു 10-11 മണി 12 മണി ആവണമെന്ന് ഇരുട്ടാവണമെന്ന്. പക്ഷേ 7 o'clock ആയാൽ മിക്ക സ്റ്റോറുകളും ഷട്ടറിട്ട്. കാരണം അവിടെ വന്ന് പോയി വാങ്ങാൻ ബൈയിങ് പവറുള്ള ആളുണ്ടെങ്കിലും വാങ്ങാൻ ബൈയിങ് പവറുള്ള ജനങ്ങൾ യഥേഷ്ടമില്ല. ഇന്ത്യയിൽ ഇഷ്ടം പോലെ, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ തിങ്ങിപ്പാർക്കുന്നുണ്ട്. അപ്പം ഏറ്റവും കൂടുതൽ ലോകത്ത് ബിസിനസ് ചെയ്യാൻ പറ്റിയ രാജ്യം, സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും മലപ്പുറം ജില്ല. പ്രത്യേകിച്ചും മലപ്പുറം ജില്ല കേരളത്തിലെ ഏറ്റവും നല്ല ബിസിനസ് പ്ലേസ്, അതോടൊപ്പം തന്നെ കേരളം ഇന്ത്യയിലെ ഏറ്റവും നല്ല ബിസിനസ് പ്ലേസ് എന്ന്, അതേപോലെ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും നല്ല ബിസിനസ് പ്ലേസ്. ഇനി എനിക്ക് വേണം, നിങ്ങളെടുത്തൊരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ പ്രോഡക്റ്റ് വിൽക്കാൻ വേണ്ടി നിങ്ങൾ തീരുമാനിച്ചാൽ, അല്ലെങ്കിൽ അത് മാർക്കറ്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ, വിപണനം നടത്താൻ നിങ്ങൾ തീരുമാനിച്ചാൽ, അത് ഏറ്റവും കൂടുതൽ വിറ്റ് പോകണമെങ്കിൽ ദർ ഷുഡ് ബി എ റീസൺ ടു സെൽ യുവർ പ്രോഡക്റ്റ്. ഒരു റീസൺ വേണം, ഒരു കാരണം വേണം നിങ്ങളുടെ പ്രോഡക്റ്റുകൾ വിറ്റ് പോകാൻ. അല്ലാതെ ഒരിക്കലും ഇപ്പോൾ നല്ലൊരു സ്കൂളുണ്ടെന്ന് വിചാരിക്കാം, എന്താണ് ആ സ്കൂള് ഏറ്റവും നല്ല പെർഫോമൻസിൽ മുന്നോട്ട് പോകാൻ കാരണമെന്ന് നമ്മൾ പഠിക്കണം. എന്നിട്ട് ആ കാരണം നമ്മൾ എംഫസൈസ് ചെയ്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. അതിന് പല കാരണം. അപ്പം ഒരു 100 ഡെൻറ്റിസ്റ്റുമാർ വരിക്ക് നിൽക്കുകയാണെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ പുതിയങ്ങാടി തൊട്ട് തിരൂർ വരെ 10 ഡെൻറ്റിസ്റ്റുമാരുണ്ടെന്ന് വിചാരിക്കാം. എന്താണ് ചില ഡെൻറ്റിസ്റ്റുമാരെ ക്ലിനിക്കിലേക്ക് കൂടുതൽ ആളുകൾ കയറുന്നത്? കുറേ ഡോക്ടേഴ്സ് ഉണ്ട് തിരൂരിൽ. എന്താണ് ചില ഡോക്ടറുടെ അടുത്തേക്ക് ആളുകൾ ചെല്ലുന്നത്? കുറേ ഷോറൂമുകൾ, ഷോപ്സ് ഉണ്ട്. എന്താണ് സുസുക്കി ബൈക്ക് എന്താണ് ഇത്ര അധികം ചിലവാകുന്നത്? സോ ദർ ഷുഡ് ബി എ റീസൺ ടു ബൈ ദാറ്റ് പ്രോഡക്റ്റ്. എന്തിനാണ് എൻഫീൽഡ് ബുള്ളറ്റ് കാലാകാലങ്ങളായിട്ട് ഈ ലെവലിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. എൻഫീൽഡ് ബുള്ളറ്റിനെ കുറിച്ച് മാത്രം എടുക്കുക. ഇപ്പോൾ തിരൂരിൽ ABC അസോസിയേറ്റ്സ്, പ്രസാദൊക്കെയാണ് അതിൻ്റെ ആളുകൾ, അതിൻ്റെ ഏജൻസി. എന്തിനാണ് അത് ആൾക്കാർ വാങ്ങുന്നത്? ദർ ഷുഡ് ബി വില കുറവുള്ളതുകൊണ്ടാണ്. അതിലും കുറഞ്ഞ ബൈക്ക് വരില്ലേ? അതിന് കംഫർട്ട് റൈഡിങ് ഉള്ളത് കൊണ്ടാണ്. കംഫർട്ട് റൈഡിങ് ഒരിക്കലും ബുള്ളറ്റിനില്ല. വളരെ സ്മൂത്ത് ആയിട്ടുള്ള റൈഡിങ് ആക്കാൻ നോക്കാൻ ഹോണ്ട ആക്റ്റീവ് അല്ലെങ്കിൽ സുസുക്കി അങ്ങനെയുള്ള ഒരു രാജകീയ പ്രൗഢി അതിൻ്റെ ലുക്കിലുണ്ട്. അപ്പം ദ റീസൺ ടു സെൽ എൻഫീൽഡ് ബുള്ളറ്റ് ഈസ് അതിൻ്റെ ലുക്കാണ്, അല്ലെങ്കിൽ അതിൻ്റെ പെർഫോമൻസ് ആണ്, അതിൻ്റെ ആ റോയൽ എൻഫീൽഡ് എന്നാണ് അറിയപ്പെടുന്നത്. അതേപോലെ നിങ്ങൾ എന്ത് പ്രോഡക്റ്റ്, ഒരു സൈക്കിൾ ഷോറൂമാണെന്ന് വിചാരിക്കുക, നിങ്ങളെ സൈക്കിൾ മറ്റുള്ളവരിൽ നിന്ന് വിഭിന്നമായി എങ്ങനെ പ്ലേസ് ചെയ്യാൻ പറ്റും? പ്രൈസിൽ അട്രാക്ഷൻ ഉണ്ടോ? ക്വാളിറ്റി പ്രോഡക്റ്റ് നിങ്ങളെടുത്ത് മാത്രമുണ്ടോ? നിങ്ങൾ ഒരു കാരണവശാലും ബിസിനസ്സിൽ നിങ്ങൾ പിന്നോട്ട് പോയില്ല. നിങ്ങൾ എക്സ്ക്ലൂസീവ് USPs നിങ്ങളുടെ അടുത്തുണ്ടാവും. എന്താ USP? യൂണിക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻ. നിങ്ങൾ കൊടുക്കുന്ന സാധനം, നിങ്ങൾ കൊടുക്കുന്ന സർവീസ്, നിങ്ങൾ കൊടുക്കുന്ന പ്രോഡക്റ്റ് യൂണീക്കായിരിക്കണം. അത്